ചില അമ്മമാരുടെ പരാതിയാണ് കുഞ്ഞ് ഒരു സൈഡിൽ നിന്ന് മാത്രമേ പാല് കുടിക്കുന്നുള്ളൂ, മറ്റേ സൈഡിൽ നിന്ന് കുടിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുടിക്കില്ല എന്ന് പറയുന്ന സൈഡ് തീരെ അവഗണിച്ച് കൊടുക്കാതിരിക്കരുത്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആ സൈഡ് ഓഫർ ചെയ്യാവുന്നതാണ്. ഉറക്കത്തിൽ കുഞ്ഞ് കുടിക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും ആ കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുഞ്ഞ് കംഫർട്ടബിളായിട്ട് ഉറക്കമൊക്കെ എണീറ്റ് വരുന്ന സന്തോഷകരമായിട്ടിരിക്കുന്ന സമയങ്ങളിലും നമ്മൾ ആദ്യം ആ സൈഡ് ഓഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ആ ഒരു ഉറക്ക ലാഞ്ചനയിൽ കുടിക്കുന്നതായിരിക്കും. വാശി പിടിച്ച് കരഞ്ഞ് ബഹളം വെക്കുന്ന സമയത്ത് ഒരിക്കലും കുടിക്കാത്ത സൈഡ് ഓഫർ ചെയ്ത് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അത്യാവശ്യം ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പാലിൻ്റെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യുന്നതായിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ഈ എടുക്കുന്ന പൊസിഷനിലുള്ള ഡിസ്കംഫർട്ട് കാരണമാണ് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ വഴക്കവും കുഞ്ഞിൻ്റെ പൊസിഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മമാർക്ക് പൊസിഷൻസ് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഇരുന്നു കൊണ്ട് കൊടുക്കാം. ചില അമ്മമാർക്ക് ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസിലും വ്യത്യാസങ്ങളും അവരുടെ ഒരു എടുക്കുന്നതിലുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പല പൊസിഷൻസ് മാറി മാറി ട്രൈ ചെയ്യുക. പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, കിടന്നുകൊണ്ട് പാല് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. എല്ലാ കുഞ്ഞുങ്ങൾക്കും കുഴപ്പമുണ്ടാവണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് യൂസ്റ്റേഷൻ ട്യൂബിന് ബ്ലോക്ക് വരുന്നതിനെ തുടർന്ന് ചെവിക്കകത്ത് അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഉറക്കത്തിൽ മയങ്ങി പോയിട്ട് അപകടം വരാതെ നോക്കി